കക്കാടംപൊയിൽ തോട്ടപ്പള്ളിയിൽ നിന്ന് ചെമ്പോത്തേക്ക് പോകുന്ന ഒരു റൂട്ടുണ്ട്. അപ്പോൾ മനോഹരമായ കാഴ്ചകൾ കണ്ടിങ്ങനെ വരുമ്പോൾ പെട്ടെന്നാണ് കേട്ടോ ഈ ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ ഒരു ചെറിയൊരു വീടും അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചയും കണ്ടപ്പോൾ നമ്മളവിടെ ഒരു വേലി ഉണ്ടായിരുന്നു, ചെറിയൊരു കമ്പി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് കയറാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുന്നത് കണ്ട് നമ്മൾ ഇതിൻ്റെ ഓണർ നമ്മളോട് സംസാരിച്ചു. രാജുവേട്ടൻ കേട്ടോ, രാജുവേട്ടനെ പരിചയപ്പെട്ട് കുറേ നേരം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജുവേട്ടാ, ആദ്യമായിട്ട് നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പരിചയപ്പെട്ടതിൽ ഒരുപാട് നേരം നിങ്ങളെ ഈ ഒരു സമയത്ത് ഈ സ്ഥലത്ത് നിങ്ങൾ നമ്മളോട് ഇപ്പോൾ ചെലവഴിച്ച് ഒരുപാട് സംസാരിച്ച് അതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമ്മൾ കക്കാടംപൊയിൽ ഈ മലയോര പ്രദേശമായ തോട്ടപ്പള്ളിയിലേക്ക് ആദ്യമായിട്ടാണ് ഈ വശത്തേക്ക് ഞാൻ കയറി പോകുന്നത്, ചെമ്പോത്തിയിലെ. അപ്പൊ നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ ഈ നല്ലൊരു സ്ഥലം, നല്ല പ്ലേസ് ഇങ്ങനെ കാണുക. അപ്പൊ അവിടെ ഒരു കമ്പി വെച്ചാൽ ഇങ്ങോട്ട് വണ്ടി കയറ്റാൻ പറ്റില്ലല്ലോ, കാരണം ഓരോരുത്തരുടെ പ്രൈവസി ഉണ്ടാവും, പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങളെ ആരാന്നുള്ളത് നോക്കുന്നത്, കാരണം നിങ്ങളുടെ ചോദിക്കാണ്. അപ്പൊ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ ഈ ഒരു സ്ഥലം കണ്ട്. എത്ര മനോഹരമായ കാഴ്ചയാണ്. ഇപ്പൊ രാജുവേട്ടന് കുടഞ്ഞുകാരനാണ് അല്ലെ, രാജുവേട്ടന് ഇവിടെ കൃഷിയാണ്. ഇപ്പൊ ഒരു ജാതി ഉണ്ട്, അതുപോലെ തന്നെ കൊടംപുളി ഉണ്ട്. ഇതെല്ലാം അവിടുന്ന് എടുത്ത് ഇതവിടെ സമാഹരിച്ചിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ സന്തോഷത്തോടു കൂടെ കഴിയാണ്. കക്കാടംപൊയിൽ ഒരുപാട് ആൾക്കാർ വരുന്നത്, കുരിശുമല ഭാഗത്തേക്ക് പോകുന്നത്, കോയിപ്പാറ വാട്ടർഫാൾസിലേക്ക് പോകുന്നു. അതിലപ്പുറം കക്കാടംപൊയിൽ ഒരുപാട് ഏരിയ തന്നെ ഉണ്ട് കാണാൻ, മനോഹരമായ കാഴ്ചകൾ ഇല്ലേ, പ്രകൃതി. ഇത് ഈ ഒരു നിങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി ഉണ്ടാവും? ഞാനിപ്പോ ഇപ്പൊ പുതിയതായിട്ട് ഈ സ്ഥലം എടുത്തിട്ട് 22 വർഷമായി. 22 വർഷമായിട്ട് ബാക്കിൽ നേരത്തെ മുകളിൽ സ്ഥലം ഉണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡിൽ പിന്നെ വീണ്ടും വാങ്ങിയതാണ്. അപ്പൊ ഞാൻ ചോദിക്കായിരുന്നു റിസോർട്ടൊക്കെ പണിതൂടെന്ന് ചോദിച്ചു. അപ്പൊ രാജേട്ടനൊക്കെ കൃഷിയും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കണം. സന്തോഷത്തോടു കൂടെ എന്താ വെച്ചാൽ ഒരു മനസ്സിന് സന്തോഷം വേണം, ഇവിടെ ഇരിക്കുമ്പോൾ ഒരു തൃപ്തി ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. താഴെ പോലെ കടമേൽ മുകളിലോട്ട് വരുമ്പോൾ പിന്നെ സ്ട്രെസ് എല്ലാം പോയി ഫ്രീ ആണ്, പിന്നെ താഴെ ഇറങ്ങുമ്പോൾ സ്ട്രെസ് തുടങ്ങും. അതെ അതെ. ഇപ്പൊ തന്നെ ഒരുപാട് നല്ല കാറ്റും, ഇപ്പൊ മഴയൊക്കെ കഴിഞ്ഞു, ഇപ്പൊ കാറ്റ് ആകുമ്പോൾ നല്ല കാറ്റ്, ഒരു എന്താ പറയാ, മനസ്സിന് തന്നെ ഒരു തൃപ്തി വരും. അപ്പൊ യാത്രകൾ ഇങ്ങനെ ചെയ്യുക, പുതിയ ആളുകളെ പരിചയപ്പെടുക. നമ്മളൊക്കെ ജീവിതം എത്ര കാലം ഉണ്ടാവും അല്ലേ. അപ്പൊ ഉള്ള സമയത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ, നല്ല നല്ല സ്ഥലങ്ങൾ കാണുക, നല്ല നല്ല ആൾക്കാരെ പരിചയപ്പെടുക അല്ലേ. എപ്പോഴും തിരക്കിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ മലയോര മേഖലയിലോട്ട് വരുമ്പോൾ ഒരു സുഖമുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ കയറുന്നു. ഇപ്പൊ 4 വർഷമായിട്ട് ഇവിടെ കിടന്ന സ്ഥലങ്ങളാണ്. ഭയങ്കരമായിട്ട് ഒരു വണ്ടി തന്നെ പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ റോഡുകൾ വികസിച്ചു, പിന്നെ കാഴ്ചകളായി. ഇൻവെസ്റ്റ്മെന്റ് വന്നപ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട റിസോർട്ടുകളും പാർക്കുകളും ഒക്കെ വന്നപ്പോൾ നല്ല കാഴ്ചയായി. ഇഷ്ടംപോലെ ആളുകളായി. പണ്ടൊക്കെ ഇവിടെ അധികം ആൾക്കാരില്ലായിരുന്നു. ഇപ്പോൾ ഫുള്ള് റോഡ് വന്നപ്പോഴത്തേക്കും സ്വന്തം ഇവിടെയുള്ള ആൾക്കാരെല്ലാം പൈസ ഇട്ട് ചെയ്താണ്. അപ്പോഴത്തേക്കും വണ്ടിയും വാഹനങ്ങളെല്ലാം ഇഷ്ടംപോലെ വരാനായി. ഞാനിപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ നല്ല കാഴ്ച ഉള്ളത് കൊണ്ട് കമ്പി കെട്ടിയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ കയറുക, ഇവിടെ നിന്ന് സെൽഫി എടുക്കുക, ഫോട്ടോ എടുക്കുക. പിന്നെ ബുദ്ധിമുട്ടായത് കൊണ്ടാണ്. പിന്നെ ഫാമിലി വരുമ്പോൾ കൂടെ ഇവിടെ കയറ്റി വിടും. അതുകൊണ്ട് പിന്നെ അവർ വന്ന് ഫോട്ടോ എടുക്കുന്നതിന് പ്രോബ്ലംസ് ഒന്നുമില്ല, വന്ന് പൊക്കളാനായിട്ട്. ഞങ്ങളിവിടെ ഉള്ളപ്പോൾ തന്നെ ആൾക്കാർ ഇഷ്ടംപോലെ വന്നിട്ട് വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോകാം. അതുകൊണ്ട് നമുക്ക് ശല്യം ബുദ്ധിമുട്ടൊന്നുമില്ല. കൂടുതൽ ഇഷ്യൂ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരുമ്പോ തന്നെ. ഫാമിലികളൊക്കെ ആണെങ്കിൽ നമ്മള് നല്ലതാണ്, നമുക്കൊരു സ്ഥലമുണ്ട്, നമുക്ക് പ്രൈവസി, പിന്നെ ആളുകൾ വന്നിട്ട് അങ്ങോട്ട് താഴെ വീഴേ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയാലൊക്കെ നമുക്ക് അതിന്റെ റിസ്ക് ഉണ്ടല്ലോ. അപ്പൊ വരുന്നവരുണ്ട് ഇവിടെ കണ്ടുപോകുന്നതിൽ അപകടങ്ങൾ വരുത്തരുത്. ഇനിയിപ്പോ ഇത്ര മനോഹരമായി ഈ കാഴ്ച കാണുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലത്ത് ഇതുപോലെ വ്യൂ ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് കുറച്ച്, രാജേട്ടന് ഞാൻ ചോദിച്ചപ്പോൾ ഈ സ്ഥലം കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ രാജേട്ടന് കുറച്ച് ഈ വ്യൂ കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, അത് കൊടുക്കാനുള്ളതാണ്. കൊടുക്കാന്ന് വെച്ചാൽ നിർബന്ധമൊന്നുമില്ല, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പാകത്തെ വിലക്കാണ് രാജേട്ടൻ പറയുന്നത്. എനിക്കത് തൃപ്തിപ്പെട്ട ഒരു വിലയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സ്ഥലം സ്വന്തമാക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൃഷിയാണെങ്കിൽ കൃഷി, ഇനിയിപ്പോൾ റിസോർട്ട് ആണെങ്കിൽ റിസോർട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇവിടെ വലിയ പദ്ധതികളൊക്കെ വരുന്നുണ്ട് പറഞ്ഞല്ലേ. താഴെ അണക്കെട്ട് വരുന്നുണ്ട്, വെള്ളം കുടിവെള്ള മറ്റേ കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള മിനി പദ്ധതികൾ അതെല്ലാം വരുന്നുണ്ട്. കക്കാടംപൊയിലെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരുപാട് മുകളിലേക്ക് കയറി വരും. കയറി വരും ചെയ്യുന്ന സ്ഥലങ്ങളില്ലല്ലോ, അതെല്ലാം കഴിഞ്ഞു. വിറ്റ് മുഴുവൻ പോയി പാർക്കുകളായി. ഇനിയിപ്പോ നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങൾ, വ്യൂ ഉള്ളതും കുറവാണ്. വ്യൂ ഉള്ളതെന്ന് വെച്ചാൽ റോഡ് വേണം, കറണ്ട് വേണം, വെള്ളം വേണം, എല്ലാ ഫെസിലിറ്റി സ്ഥലങ്ങള്, വ്യൂവും അതുപോലെ തന്നെ മീഡിയം സ്ലോപ്പും കാര്യങ്ങളും എല്ലാം ഉള്ള സ്ഥലങ്ങൾ വളരെ ചുരുക്കമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു പ്ലോട്ടാണിത്. അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം കൂടുതൽ വന്ന് ചോദിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉള്ളത്. വീണ്ടും കാണാൻ പറ്റും നല്ലൊരു വീഡിയോയുമായി.